ആലപ്പുഴ ഹരിപ്പാട് ഡയാലിസിസ് ചെയ്ത രോഗികൾ മരിച്ചതിന് പിന്നാലെ പരാതിയുമായി ബന്ധുക്കൾ. കായംകുളം പുതുക്കാട് സ്വദേശി മജീദ്, ഹരിപ്പാട് സ്വദേശി രാമചന്ദ്രൻ എന്നിവരാണ് മരിച്ചത്. മരണകാരണം ഡയാലിസിസിനിടെ അണുബാധയേറ്റതാണെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. പരാതിയെ തുടർന്ന് ഡയാലിസിസ് യൂണിറ്റ് താൽക്കാലികമായി അടച്ചു. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഡിസംബർ 29-ന് ഡയാലിസിസ് ചെയ്ത 4 പേർക്കാണ് വിറയലും ഛർദിയും അനുഭവപ്പെട്ടത്. ഇതിൽ ഗുരുതരാവസ്ഥയിലായ മജീദ്, രാജേഷ് എന്നിവരെ വണ്ടാനം മെഡിക്കൽ കോളേജിലും ഹരിപ്പാട് സ്വദേശി രാമചന്ദ്രനെ മാവേലിക്കര തട്ടാരമ്പലത്തെ ആശുപത്രിയിലുമായിരുന്നു പ്രവേശിപ്പിച്ചത്. ചൊവ്വാഴ്ച രാത്രി കായംകുളം സ്വദേശി മജീദ് ഹൃദ്രോഗത്തെ തുടർന്ന് മരിച്ചു. ഇന്നലെ രാവിലെയാണ് രാമചന്ദ്രൻ മരിച്ചത്. പിന്നാലെയാണ് ഡയാലിസിസ് സെന്ററിനെതിരെ ആരോപണവുമായി ബന്ധുക്കൾ രംഗത്തെത്തിയത്. ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ലാതെ പോയാണ് ടെമ്പറേച്ചർ നോക്കാൻ സിസ്റ്ററോട് എന്ന് പറയും. അവര് വന്ന് നോക്കാല്ല, ഡോക്ടർ ഒന്നും വന്ന് പരിശോധിച്ചിട്ടില്ല. നല്ലൊരു ഡോക്ടറോ ഇല്ല, ഒന്നുമില്ല. ഒരു ഇതില്ലാത്ത വീറും വൃത്തിയില്ലാതെ കിടക്കുക. ഡയാലിസിസ് റൂമിന്റെ അകത്തൊരു ചെരിപ്പിട്ടുകൊണ്ടൊക്കെ അവിടുത്തെ സ്റ്റാഫുകൾ കയറുന്നു. അങ്ങനെയൊക്കെ ഇത്രയും കുഴപ്പം പറ്റിപ്പോയി. അതേസമയം ആരോഗ്യവകുപ്പിന്റെ ഗുരുതര വീഴ്ചയാണ് സംഭവത്തിന് കാരണമെന്ന് KC വേണുഗോപാൽ MP ആരോപിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന് സംരക്ഷണം ഉറപ്പാക്കണമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ പാവപ്പെട്ട ആളുകളാണത്. അപ്പോൾ അവർക്ക് ഉണ്ടായ ഈ ഒരു ദുരന്തം വാസ്തവത്തിൽ വേദനാജനകമാണ്. അവർക്ക് വേണ്ടത്ര സംരക്ഷണം ഉറപ്പുവരുത്തണം. ആ കുടുംബങ്ങൾക്ക് എന്താ സംഭവിച്ചതെന്ന് ആദ്യം റിപ്പോർട്ട് വരട്ടെ. അതേസമയം ഡയാലിസിസ് ഉപകരണങ്ങളും വെള്ളവും പരിശോധിച്ചതിൽ അണുവിമുക്തമാണെന്ന് കണ്ടെത്തിയെന്ന് സൂപ്രണ്ട് അറിയിച്ചു. നിലവിൽ പരാതിയെ തുടർന്ന് ഡയാലിസിസ് യൂണിറ്റ് അടച്ചിട്ടുണ്ട്. സംഭവത്തിൽ 2 ഡെപ്യൂട്ടി DMOമാരുൾപ്പെടുന്ന 4 അംഗ സംഘം അടിയന്തര അന്വേഷണം ആരംഭിച്ചു. റിപ്പോർട്ടർ, ആലപ്പുഴ.